Hey guys, ഞങ്ങളിത് കൊച്ചി ട്രിപ്പ് പോവാണ്. Hi guys, this is Bhavchi, this is Hari, and this is Chittu Chechi, and this is Bottanani. And ഇവിടെ guys ഒരു മാസത്തിലുള്ള കിച്ചുണ്ട്, പിന്നെ ബിങ്കു is our official driver. അതെ, നമ്മള് കൊച്ചിക്ക് പോയിട്ടൊന്ന് പൊളിക്കും ഗൈസ്. അതെ, ആദ്യം നമുക്ക് മസാല ദോശയിൽ തുടങ്ങാം. ഇവൻ എക്സ്പെൻസീവ്, അതുകൊണ്ട് ഇവരെ മസാല ദോശ കടയിൽ എടുത്തിട്ട് പോകും. സോ ഫുഡ് കഴിക്കുമ്പോഴെന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങി തന്നെ ബ്രേക്ക്ഫാസ്റ്റിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ നേരെ കൊച്ചിക്കാണ് പോയത്. കൊച്ചിയിലെ ലുലുവിലേക്കാണ് നമ്മൾ പോയത്. നമ്മൾ ഇപ്പോൾ നാട്ടിൽ പോയ ഈ ടൈം എന്ന് പറയുന്നത് ഒരു മെയ് ജൂണായിരുന്നു. അപ്പം മെയ്യിൽ നല്ല ചൂടായിരുന്നു. ലൈക്ക് മെയ് എൻഡിലേക്കാണ് ചൂട് കുറഞ്ഞെങ്കിലും ബട്ട് സ്റ്റിൽ അത്യാവശ്യത്തിന് ചൂടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൺ ഡേ ഒരു ട്രിപ്പ് പോകുമ്പോൾ പുറത്ത് പോയിട്ട് എക്സോസ്റ്റഡ് ആവണ്ട, അപ്പം നമുക്ക് കുറച്ച് ഇൻഡോർ ആക്ടിവിറ്റീസ് പിടിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ പോയത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലുലുവിൽ പോയി. ലുലുവിൽ ഫൺ ടൂറിലേക്ക് നമ്മൾ പോയി. നമ്മൾ അവിടുത്തെ എന്തൊക്കെ റൈഡ്സ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തു. ബട്ട് നമ്മുടെ മെയിൻ എയിം വാസ് ടു പ്ലേ ബൗളിംഗ്. അപ്പോൾ ബൗളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പോയത്. അപ്പോൾ നമ്മൾ പോയിട്ട് ഫൺ ടൂറയുടെ കാർഡൊക്കെ എടുത്തു. അവിടെ VR സംഭവങ്ങളും വേറെ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബോളിംഗ് ചാമ്പ്യനെ 5 ഷമീജിന് ചാലഞ്ച് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ എനിക്ക്? ഉണ്ടോ? അത്രയ്ക്ക് മതി. റെക്കോർഡറാണ്. തോറ്റ തുന്നം മാറുമ്പോൾ ഇതേ ഫേസ് എനിക്ക് കാണണം. തോറ്റ ഫേസ് 12 ഫേസ് 12 ഉണ്ടോ ഫേസ്? സോ ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഈ ബോളിംഗ് ചെയ്യാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള രണ്ടാൾക്കാർ ആരാണ്. അപ്പോൾ കുഞ്ഞും കിച്ചു തന്നെയായിരുന്നു ബോളിംഗ് ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളത്. നമ്മളാരും വലിയ എക്സ്പേർട്സ് അല്ലെങ്കിൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതെന്നല്ല, പക്ഷെ നമുക്ക് ലൈക്ക് ഒരു ഇൻഡോർ ആക്ടിവിറ്റി ഫണ്ണായിരിക്കും, എല്ലാവർക്കും കൂടി കളിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ലേ. അപ്പോൾ ചെയ്യാൻ പറ്റണമായതുകൊണ്ട് ഫണ്ണായിരിക്കും, അതുകൊണ്ട് നമ്മൾ പോയി ചെയ്തതാണ്. എന്തായാലും അടിപൊളിയായിരുന്നു. ഫസ്റ്റ് തുടക്കം കുറിച്ചത് ഞാനാണ്. എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആസ് എക്സ്പെക്റ്റഡ് ഭയങ്കര കോമഡി ആയിരുന്നു എന്തായാലും ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ. ബട്ട് എവറിബഡി ഹാഡ് ഫൺ, ദാറ്റ്സ് എ ഹോൾ പോയിൻ്റ്. അപ്പോൾ ഞങ്ങളുടെ ബൗളിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളൊക്കെ കണ്ടിട്ട് വരൂ. പോയിട്ട് വരൂ. എതിരാളികളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഓ അതോ ഓ രണ്ടും ഫൗളായി. ബ്രോ തോറ്റു പിന്നായി. അടുത്തതായി അശ്വിൻ എന്ന കുഞ്ഞു. ഇങ്ങനെയാണ് ബോൾ. എന്നാ ഗൈസ് കുഞ്ഞുട്ടൻ ഓ പോരാ. അടുത്തതായി ബോളിംഗ് ചാമ്പ്യനെ റെക്കോർഡറല്ലേ കണ്ടോ ഉള്ളൊഴുത്തം. അടുത്തതായി ബോളിംഗ് ടിസ്റ്റല്ലേ
രണ്ടെണ്ണയുടെ വീഴത്തുള്ളൂ. 8 റെക്കോർഡ് ചാമ്പ്യൻ ഞാൻ തന്നെ ഇപ്പോഴും മുന്നിൽ. അത് കിട്ടി. എടാ കഴിഞ്ഞടാ. ഗായ്സ് നിങ്ങൾ റെഡിയാണോ? റെഡിയാണോ? ഇപ്പൊ ഓണായില്ലേ? എവിടെയാ? പറഞ്ഞോളില്ല. ഞാൻ അപ്പുറത്ത് പോയി കത്തു. യമ്മേ അയ്യോ കൊറേ നാളത്തെ ആഗ്രഹം പറക്കാതെ ഇപ്പൊ പറഞ്ഞു. തല ഒരു കണ്ടൊക്കെ എന്താ കഥ? കൊള്ളാം കൊള്ളാം. നൈസ്. കുഴപ്പമില്ല. വീഡിയോടല്ലേ? ആ വീഡിയോടാ. അയ്യോ ഓ ലാൻഡായി ലാൻഡായി. അയ്യോ തല കറങ്ങും. കുറെ കട്ടിക്കുന്നുണ്ടോ? എനിക്ക് ഉറപ്പില്ല.
പറഞ്ഞേ. How's it? How's it? അയ്യോ. അയ്യോ വീഡിയോ എടുക്കും. തീർക്കണോ അതിന്റെ വാശി പിടിച്ചിരുന്നോ? എല്ലാം പകുതി ചോദിച്ചാൽ ഹേ ഗായ്സ്, നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്ന എവിടെയാണ് കിച്ചു? കഫേ ഉട്ടോപ്യ. മനോഹരമായ ഒരു റെസ്റ്റോറന്റ് ആണ് ഇവിടെയുള്ളത്. അതെ, ഇവിടെ എല്ലാതരം സീ ഫുഡ്സ്. ഇവിടെ തൊട്ടപ്പുറത്ത് സോറി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ക്ഷമിക്കണം. തൊട്ടപ്പുറത്ത് കായൽ. വളരെ മനോഹരമായ സ്ഥലമാണ്. അതെ, റിയലി വണ്ടർഫുൾ. ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു ബിങ്കു? ഹൗ വാസ് ദ ഫുഡ്? ഫുഡ് സൂപ്പർ ഡെലീഷ്യസ്, അടിപൊളി. മസ്റ്റ് വിസിറ്റ് ആണ് വൺസ് എങ്കിലും. അതെല്ലാം ഞാൻ കൊണ്ടുവന്ന സ്പോട്ട് ആയതുകൊണ്ട് ഇതാണ് ഗൈസ് നമ്മുടെ ബർത്ത്ഡേ കള്. നമ്മൾ സീ ഫുഡ് പ്ലാറ്റർ വെച്ചിട്ട് കേക്ക് പോലെ മുറിക്കാൻ മറന്നുപോയി. എന്നാലും അത് വെച്ചിട്ട് നമ്മള് അഡ്ജസ്റ്റ് ചെയ്യാം. ബാബുച്ചിന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ എല്ലാരും ബാബുച്ചിനെ വിഷ് ചെയ്യും ഗൈസ്. ഇവിടെ ഫോട്ടോ സെക്ഷൻ ആണ്. ഹൗസ് ഇറ്റ് ലവ്ലി. ഇതാണ് എസ്തെറ്റിക് കുഞ്ഞു. ഇവർക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ഇപ്പൊ എന്റെ ഔട്ട്ഫിറ്റ് തന്നെ ഔട്ട്ഫിറ്റ് ചെക്ക്. ക്യാമറ ഇങ്ങനെ ആക്കണം, ഹൊറിസോണ്ടലാക്കണം. ആരൊക്കെ ഇത് പിടിക്ക്. ഔട്ട്ഫിറ്റ് ചെക്ക് എന്ന് പറയുമ്പോൾ നമ്മള്
ഓക്കെ ഗൈസ്, അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നമുക്കിനി സൈനിങ് ഔട്ട്. സൈനിങ് ഔട്ട്. നമുക്ക് അടുത്ത സ്ഥലത്ത് വെച്ചിട്ട് കാണാം. ബൈ. വെള്ളം ശരിയല്ലേ. ഇന്നും നിന്നോർമ്മയിലെന്നോ ഉണരുമ്പോൾ മാഞ്ഞല്ലേ പോവരുതേ മാർമഴവില്ലേ മല്ലികപ്പൂ മണക്കും മാർഗഴിക്കാറ്റേ നീ വരുമ്പോൾ എന്റെ വിളിച്ച് കൈകൊണ്ട് അഡ്ജസ്റ്റ് ഹൃദയം നിനക്കു മാത്രമായി സുന്ദരിയേ വാ വെണ്ണിലവേ വാ ജീവതാള നീ പ്രണയിനിയോ വെള്ളം കുടിയായി വാ പ്രിയമതിയോ സന്തമേ മുഖം അറിയാതെ ഞാൻ കണ്ടില്ല സർപ്രൈസ് പേര് മഞ്ഞു പോയി. കേക്ക് തീകി പോയി. ഓൾറെഡി തണുപ്പ് പോയി. എന്താ വെച്ച് പറയാനുള്ളേ? നല്ല സന്തോഷം. കണ്ണൊക്കെ നിറഞ്ഞു. കണ്ണൊക്കെ അറിയില്ലല്ലോ. ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എത്രത്തോളം എൻജോയ് ചെയ്തു? ഫുൾ ഡേ നമ്മൾ എൻജോയ് ചെയ്തില്ലേ? അടിപൊളിയല്ലേ? വൈബല്ലേ? എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ബർത്ത്ഡേ ഉണ്ടായിട്ടില്ല എന്ന് പറയും. ഉണ്ടായിട്ടില്ല. വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യും. അതെ, ഞാൻ ഇൻട്രോവേർട്ടായാണ്. എനിക്കധികം വാക്കുകൾ നല്ല ഒരു ഇതായിരുന്നു. അഭിനയിച്ച അതിലും വലുതായിരുന്നു. കത്തിയപ്പന്നെ ഓടിക്കോളോട്ടോ. പാട്ടൊന്നും വേണ്ട. പാട്ട് പാടിട്ടാണെങ്കിൽ അവർക്ക് കൂടി കേക്ക് കൊടുക്കണം. ആരുടെ ബർത്ത്ഡേ ആവാം? അമ്മേക്ക് പറ്റൂ. ഊതിക്കോ ഊതിക്കോ ഊതിക്കോ. മുറിച്ച 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 അവൾക്ക് മാറ്റി തരാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ വൈക. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതിന്റെ തോലിച്ചെറിയ ചോദിച്ചോ. ഫുള്ളായിട്ട് പോയ ആവശ്യം എല്ലാവർക്കും തമ്മോ, കാരണം കൈ പിന്നെ കഴുകണ്ട. ഒരു പീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. മുടിയൊന്നും നോക്കില്ലേ? എന്താണോ പോലെ? അതെ, ചോക്ലേറ്റ് കൊള്ളാം. കൊള്ളാം. പാരഡൈസ് ചെയ്തത്. റെഡ് വെൽവെറ്റ്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. All the day. Happy birthday to you.
എങ്ങനെയുണ്ടായി ബർത്ത്ഡേ? നന്നായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പുതിയ തരുന്നുണ്ട്. ആ നല്ലൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പെങ്ങളെ ഹാപ്പി ബർത്ത്ഡേ.